മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മെയിൽ ബോക്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞു അല്ലേ? അതെ. പരീക്ഷയുടെ അവസാനത്തെ ദിവസം സ്കൂളുകളിൽ വേറെ സംഘർഷങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ പല നടപടികളും എടുത്തിരുന്നു വിദ്യാഭ്യാസ വകുപ്പ്. എല്ലാവരോടും നേരത്തെ പോകാൻ പറഞ്ഞിരുന്നു. വേറെ തമ്മിലുള്ള വഴക്ക് വക്കാണൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ അത് വളരെ ശ്രദ്ധിച്ചു. വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെ ഉണ്ടായിട്ടില്ല. അതെ. പക്ഷെ ഇനി 2 മാസമാണ് വീടുകളുടെ ഇടയ്ക്ക് അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ പോണല്ലേ. ഇനിയാണ് അച്ഛനും മക്കളും അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിലൊക്കെ പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവാൻ സാധ്യത. അപ്പൊ എന്താണ് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു കുറേയധികം ക്യാമ്പുകളൊക്കെ, സമ്മർ ക്യാമ്പുകളൊക്കെ ഇപ്പം കൊണ്ടുവരുന്നുണ്ടല്ലോ ഓരോരുത്തരും, പല സംഘടനകളൊക്കെ ആയിട്ട്. അപ്പൊ കുട്ടികളെയൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ സമയം അവിടേക്കൊക്കെ വിടുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരിക്കും അല്ലേ? അതെ. പിന്നെ വേറൊന്ന്, ഇപ്പൊ 24 മണിക്കൂറും മൊബൈലിൽ ഇരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് അച്ഛനമ്മമാരെങ്കിലും അതിൽ ഇരിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിലേ കുട്ടികളോട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇത് കണ്ണിന് മാത്രമല്ല, ഇത് എപ്പോഴും ഇതിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് പകരം നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? കഴിയുന്നതും ഈ മരത്തിന്റെ മുകളിലൊക്കെ കയറി വീഴാതെ നോക്കണം. അതുപോലെ തന്നെ ഈ ജലാശയങ്ങളിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധ വേണം. പുഴയായാലും ശരി, കുളങ്ങളിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കുട്ടികൾ അപകടത്തിൽ പെടാതെ നോക്കണം. നീന്തൽ പഠിക്കാത്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും നീന്തൽ പഠിക്കാൻ ഒരു അവസരമാണ്. അതൊക്കെ വളരെ ചിട്ടയായിട്ട രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കുട്ടികൾ ഒറ്റയ്ക്ക് നിങ്ങൾ ജലാശയങ്ങളിലേക്കൊന്നും വിടരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒഴിവുകാലം വളരെ ഉഷാറാക്കാം. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇന്ന് മെയിൽ ബോക്സിലേക്ക് ഒന്ന് കടക്കാം. മെയിൽ ബോക്സിൽ ഇന്ന് ഏറ്റവും ആദ്യം നമ്മളൊരു കത്ത് വായിച്ചു തുടങ്ങാം. ഈ കത്ത് അയച്ചിട്ടുള്ളത് കൊണ്ടോട്ടിയിൽ നിന്നും വിഷ്ണുപ്രസാദാണ്. ഇടക്കാലത്ത് വരെ ഉണ്ടായിരുന്ന ഫോൺ ഔട്ട് പ്രിയഗീതം നിർത്തലാക്കിയോ? ഒരുപാട് ശ്രമിച്ചിട്ടും പരിപാടിയിലേക്ക് കിട്ടാത്ത ശ്രോതാക്കൾക്ക് നല്ലൊരു ആശ്രയമായിരുന്നു ഫോൺ ഔട്ട് പ്രിയഗീതം. ഇതുവഴി ഒരുപാട് പുതിയ ശബ്ദങ്ങൾ കേൾക്കാനും സാധിച്ചിരുന്നു. മിക്ക ദിവസങ്ങളിലും പ്രിയഗീതത്തിൽ ആവർത്തന വിരസത കൂടി വരുമ്പോൾ ഫോൺ ഔട്ട് പ്രിയഗീതം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമോ എന്നാണ് വിഷ്ണുപ്രസാദ് ചോദിക്കുന്നത്. കൂടാതെ പ്രിയഗീതത്തിൽ തന്നെ ചില അവതാരകരെങ്കിലും പേര് പറയാൻ വിട്ടുപോകുന്നു. പുതിയ ശബ്ദങ്ങളാകുമ്പോൾ ശ്രോതാക്കൾക്ക് പലർക്കും ലൈവിൽ ഉണ്ടാകുന്ന അവരുടെ പേരുകൾ അറിയണമെന്നില്ല. അവസാനം 2-3 മിനിറ്റ് ബാക്കി നിൽക്കുമ്പോഴും പേര് സൂചിപ്പിക്കാൻ വിട്ടുപോകുന്നുണ്ട്. നിർദ്ദേശം ആവശ്യമെങ്കിൽ സ്വീകരിക്കാം എന്നാണ് വിഷ്ണുപ്രസാദ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പേര് പറയാൻ സാധാരണ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അതെ. പരിപാടികളിലൊക്കെ ഞാനാണിത് അവതരിപ്പിച്ചെന്ന് പറയാം. അത് നമ്മളാണ് ഇപ്പൊ ആ പരിപാടി ചെയ്തത് എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണെന്നാണ് അല്ലേ? അതെ. അത് 2 കാര്യങ്ങളും ഉണ്ടായത്. അത് സാധാരണ അവര് പറയാറുണ്ട്, അതിന്റെ അവസാനമൊക്കെയാണ് പറയാറ്. അങ്ങനെ വല്ലവരും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. പിന്നെ വേറെ കാര്യം, ഇപ്പൊ എപ്പോഴും ആൾക്കാർ വിളിക്കുന്നത് ആവർത്തന വിരസത ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഈ ഫോൺ പരിപാടികൾക്ക് മുമ്പ് പറയാറുള്ള ഒരു കാര്യം, സ്ഥിരമായി വിളിച്ചു കിട്ടുന്നവർ മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുക്കണം എന്നാണ്. അത് നമുക്ക് നിർദ്ദേശമായിട്ട് പറയാൻ മാത്രമേ കഴിയുള്ളൂ. പിന്നെ ഒരേ പാട്ടുകളൊക്കെ ചിലപ്പോൾ ആവർത്തിച്ച് വരുന്നു, അതൊക്കെ ഉണ്ടായിരിക്കാം. ചില പാട്ടുകൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, ചില വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകൾ പിന്നെയും ആൾക്കാർ ആവശ്യപ്പെടാം. അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യപ്പെടുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ ഫോൺ ഔട്ടിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, അത് നമുക്ക് അങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് പലപ്പോഴും അത് ആരെയാണ് വിളിക്കേണ്ടത് നമുക്കറിയില്ലോ. നമുക്ക് ഒന്നാമത് നമ്പർ ആദ്യം തരണം, എന്നിട്ട് അവരെ അങ്ങോട്ട് തിരിച്ചു വിളിക്കണം. അപ്പൊ പല സമയത്തും നമുക്ക് ഫോൺ ഔട്ട് ആൾക്കാരെ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. പലപ്പോഴും ഈ റേഞ്ചിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. ചില ആൾക്കാർ വിളിക്കുമ്പോൾ തീരെ റേഞ്ചിലല്ലെങ്കിൽ ആ പരിപാടി തന്നെ തീരെ നന്നായി കൊള്ളുന്നില്ല. പിന്നെ ഇങ്ങോട്ട് കോള് വരുന്ന സമയത്ത് അങ്ങോട്ട് വിളിക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഒരുപാട് ഫോണിൻ പരിപാടികളുടെ എണ്ണം കൂടിയതോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. ശ്രോതാക്കൾ തന്നെ വിചാരിച്ചാൽ ഈ ഫോണിൻ പരിപാടികളൊക്കെ കൂടുതൽ ആസ്വാദ്യകരമാക്കാം. തീർച്ചയായിട്ടും. ഇനി നമുക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് വായിക്കാം. ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് വർഗീസ് പി തോമസ് പാറോപ്പടിയിൽ നിന്നും. അദ്ദേഹം പറയുന്നു, 26-ാം തീയതിയിലെ പ്രാദേശിക വാർത്തകളിൽ ഉൾപ്പെടുത്തിയിരുന്ന ഡെസ്ക് റിപ്പോർട്ടുകൾക്ക് കൃത്യത കുറവുള്ളതായി അനുഭവപ്പെട്ടു. ഈ കൃത്യത കുറവുള്ളതായി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മുഴുവൻ മനസ്സിലായില്ല. അതിന്റെ മുഴുവൻ വിവരങ്ങൾ അതിൽ വോയിസ് ക്ലിപ്പിൽ വരാത്തതാണോ, അതോ അതിന്റെ ദൈർഘ്യം കുറഞ്ഞതോ കൂടിയതോ, എന്താണ് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് അതിനൊരു മറുപടി പറയാമായിരുന്നു. എന്തായാലും ഇങ്ങനെയുള്ള വോയിസ് ക്ലിപ്പുകൾ പലപ്പോഴും നമുക്ക് കൂടുതൽ ഒരു വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വോയിസ് ക്ലിപ്പുകളൊക്കെ ഈ പ്രാദേശിക വാർത്തയിൽ ഉൾക്കൊള്ളിക്കുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കാനുള്ള നടപടികളെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ. ഇനി നമുക്ക് ഹായ് മെയിൽ ബോക്സ് മെസ്സേജ് അയച്ച ഇന്നത്തെ ആദ്യത്തെ ശ്രോതാവിനെ വിളിക്കാം.
ഗുഡ് മോർണിംഗ് മെയിൽ ബോക്സിലേക്ക് സ്വാഗതം. മെയിൽ ബോക്സിലേക്ക് വിളിച്ചിരിക്കുന്ന നമ്മുടെ ശ്രോതാവിന്റെ പേര് പറയൂ. എന്റെ പേര് ഇന്ദു. ഇന്ദു, സ്ഥലം എവിടെയാണ് ഇന്ദു? സ്ഥലം പുതിയ നിരത്ത്. ഓക്കെ, പറയൂ നമ്മുടെ പരിപാടികളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ. പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഞാന് രാവിലെ തൊട്ട് സ്ഥിരമായിട്ട് ഓൺ ചെയ്ത് കേൾക്കുന്ന ആളാണ്. പിന്നെ എനിക്കൊരു അഭിപ്രായം എന്ന് വെച്ചാൽ എനിക്ക് പല പ്രോഗ്രാമും ആദ്യം ഉണ്ടായിരുന്ന സമയം മാറിയതുകൊണ്ട് യുവർ ചോയ്സ് പരിപാടിയൊക്കെ എപ്പോഴാണെന്നുള്ള അറിയാൻ പറ്റുന്നില്ല. ഞാൻ അതിൽ സ്ഥിരമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ശരി ശരി. അപ്പൊ അതൊക്കെ നല്ല സൂപ്പർ പ്രോഗ്രാമാണ്. അതൊക്കെ യുവർ ചോയ്സ് പ്രോഗ്രാം. അതില് അവതരിപ്പിക്കുന്നവരൊക്കെ അതില് ബോബി അങ്ങനെ പറയുന്നവരൊക്കെ വളരെ ഇഷ്ടമാണ് അവരുടെയൊക്കെ അവതരണം അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെന്താന്ന് വെച്ചാൽ എനിക്കുള്ളൊരു അഭിപ്രായം ഓൾഡ് സോങ്സ് ആണ് എനിക്ക് ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അത് യുവർ ചോയ്സിൽ മിക്കവാറും 1 മണിക്കുള്ള ഈ പ്രോഗ്രാം പ്രിയ ഗീതത്തിൽ ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചിട്ടേ എനിക്ക് കിട്ടിയുള്ളൂ. പിന്നെ എനിക്ക് ട്രൈ ചെയ്തിട്ട് കിട്ടില്ല. അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ഓൾഡ് സോങ്സിനോടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കൂടുതലും പഴയ പാട്ടുകൾ ഉൾപ്പെടുത്തണം എന്നാണോ അഭിപ്രായം? അതെ അതെ അതെ, പഴയ പാട്ടുകൾ. പിന്നെ ഈ ജയചന്ദ്രന്റെ ഏതെങ്കിലും ഒരു ദിവസം ഫുൾ ജയചന്ദ്രന്റെ അല്ലെങ്കിൽ യേശുദാസിന്റെ അങ്ങനെയുള്ള ഒരു ദിവസം മുഴുവൻ ഒരു ഗായകന്റെ അല്ലെങ്കിൽ ഗായികയുടെ പാട്ടുകൾ വെക്കണം അല്ലേ? അത് മെയിൻലി യേശുദാസിന്റെ അല്ലെങ്കിൽ ജയചന്ദ്രൻ, ഈ രണ്ടുപേരുടെ ഓൾഡ് സോങ്സ്. പ്രോഗ്രാമൊക്കെ നല്ലതാണ്, എല്ലാം നല്ല നിലവാരത്തിലുള്ളതാണ്. ശരി. അപ്പൊ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഒക്കെ ഇവിടുന്ന് ഇപ്പൊ മറുപടി പറയൂ കേട്ടോ. താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക. അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഒക്കെ ഒരുപാട് നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇന്ദു പുതിയ നേരത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ യേശുദാസിന്റെ പാട്ടുകൾ മാത്രം ഉൾക്കൊള്ളിക്കുക അല്ലെ, അല്ലെങ്കിൽ ജയചന്ദ്രന്റെ പാട്ടുകൾ മാത്രം. അപ്പൊ വേറെ ഒരുപാട് ഗായകരുണ്ടല്ലോ. ഇപ്പൊ ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഗായകരും തുല്യരാണ്. അതുമാത്രമല്ല എല്ലാ സംഗീത സംവിധായകര്, ഗാനരചയിതാക്കൾ, ഇവർക്കൊക്കെ നമ്മൾ തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നിർദ്ദേശം നമുക്ക് പെട്ടെന്ന് നടപ്പാക്കാൻ പറ്റില്ലല്ലോ. കാരണം നമുക്ക് എല്ലാ ആൾക്കാരും വേണമല്ലോ. തീർച്ചയായിട്ടും അതാണ് അതിന്റെ ഒരു കാര്യം. ഈ സമയമാറ്റം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പരിപാടികളിലൊക്കെ സംഭവിക്കാറുണ്ട്. 6 മാസം കൂടുമ്പോഴൊക്കെയാണ് സാധാരണയായിട്ട് ഈ പരിപാടികളൊക്കെ മാറ്റാറുള്ളത്. അങ്ങനെ മാറ്റി അത് പിന്നെ ശീലമാവുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ അല്ലെ. കേട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ആ സമയം നമ്മൾ സെലക്ട് ചെയ്ത് വെക്കും. ഒരു മൊബൈൽ അലാറോ എന്തെങ്കിലും വെച്ചാൽ നമുക്ക് ആ പരിപാടി കൃത്യമായിട്ട് കേൾക്കാമല്ലോ. അത് എന്ത് പരിപാടി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അറിയിപ്പുകളിലൊക്കെ പറയുന്നുണ്ട്, രാവിലെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പരിപാടി എത്ര മണിക്കാന്ന് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെയാണ് ഇതിന് ചെയ്യാവുന്ന വഴികൾ കേട്ടോ. ഇനി നമുക്ക് അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിട്ടുള്ളത് മാനിപുരത്ത് നിന്നും സത്യൻ. അദ്ദേഹം പറയുന്നു, മാർച്ച് 21 തീയതിയിലെ യുവവാണിയിൽ കോഴിക്കോടുകാരനായ ഫായിസ് അഷ്റഫ് അലിയുടെ അതിസാഹസികമായ സൈക്കിൾ യാത്ര അതിശയത്തോടെയാണ് കേട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത യാത്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ സാഹസികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ പല അനുഭവങ്ങളും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെ, തീർച്ചയായിട്ടും ഒരു ആവേശം നമുക്ക് തരും. ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു പ്രചോദനമാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതെ. ഇനി നമുക്ക് അടുത്ത വാട്സ്ആപ്പ് മെസ്സേജ് വായിക്കാം. ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് തൃക്കാക്കരയിൽ നിന്നും മൊയ്തീൻ കുഞ്ഞ്. ലോകം ഭയക്കുന്ന അത്യധികം മാരകമായ രോഗബാധിതരിൽ നിന്ന് പെട്ടെന്ന് പടരാൻ സാധ്യതയുള്ള ഇൻഫ്ലുവൻസ വൈറസിനെ കുറിച്ച് ഡോക്ടർ ബാബു ഫ്രാൻസിസ് 27 തീയതി ആരോഗ്യം അമൂല്യം പരിപാടിയിൽ വിശദീകരിച്ചത് വളരെ വിജ്ഞാനപ്രദമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ ആകാശവാണി എപ്പോഴും പ്രക്ഷേപണം ചെയ്യാറുണ്ട്. ഇനിയും ഇതുപോലുള്ള പരിപാടികൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് അടുത്ത ഹായ് മെയിൽ ബോക്സ് മെസ്സേജ് അയച്ച ശ്രോതാവിനെ വിളിക്കാം. വെരി ഗുഡ് മോർണിംഗ് മെയിൽ ബോക്സിലേക്ക് സ്വാഗതം. നമ്മുടെ ശ്രോതാവിന്റെ പേര് പറയൂ. പ്രസാദ്. എവിടെയാണ് സ്ഥലം പ്രസാദ്? നടക്കാവ്. പറഞ്ഞോളൂ നമ്മുടെ പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ. നല്ല പരിപാടിയാണ്, വളരെ നല്ല പരിപാടികളാണ്. മിക്കപ്പോഴും കേൾക്കാറുണ്ട്. വീട്ടില് വൈഫ് കേൾക്കാറുണ്ട്. വർക്ക് ചെയ്യുമ്പോൾ തന്നെ കേൾക്കാലോ. അതെ അതെ അതെ, ജോലി ചെയ്തുകൊണ്ട് കേൾക്കാലോ അല്ലേ? ജോലി ചെയ്തുകൊണ്ട് കേൾക്കാലോ. അതെ അതെ, കേൾക്കാറുണ്ട്. ഓക്കെ. വിളിക്കാറുണ്ട്. അതിലേക്ക് കിട്ടാറില്ലേ ഇഷ്ടഗാനങ്ങളൊക്കെ? വിളിക്കാറുണ്ട് അല്ലേ? മെസ്സേജ് അയക്കാറുണ്ടാവും അല്ലേ? മെസ്സേജ് അയക്കാറുണ്ട്. ഓക്കെ ഓക്കെ. വിളിക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട പരിപാടികൾ ഏതൊക്കെയാണ്? രാവിലെ മുതലുള്ള എല്ലാ പരിപാടിയും അധികം കേൾക്കാറുണ്ട്. ഇഷ്ടഗാനങ്ങളാണ് കൂടുതൽ കേൾക്കാറ്. വാട്സപ്പിലൂടെ ആവശ്യപ്പെടാറുള്ളതാണ്. ശരി. അതെ കേൾക്കാറുണ്ട്. ഓക്കെ. ഓരോ മണിക്കൂറിലും വാർത്തകളുണ്ടല്ലോ. അതെ അതെ അതെ. അപ്പൊ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് പോവാം. അതെ, മറ്റുള്ള എഫ് എം മാരിയല്ലല്ലോ. അതെ.
മാത്രമല്ല TV ഒന്നും തുറന്ന് കഷ്ടപ്പെടണ്ട, റേഡിയോ അങ്ങ് ഓണാക്കി വെച്ചാൽ മതി. ഓരോരോ മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് എല്ലാ വാർത്തകളും അപ് ടു ഡേറ്റ് ആയിട്ട് കേൾക്കാം അല്ലേ? ശരി, എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ പരിപാടികളെ കുറിച്ച്? ഇല്ല, പരിപാടികളൊക്കെ നന്നാവുന്നുണ്ട്. ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. ആകാശവാണി എന്ന് പറയുമ്പോൾ മറ്റുള്ള FM വ്യത്യസ്തമായിട്ടൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. ഇങ്ങനെ തന്നെ പോട്ടെ. ശരി, വളരെ സന്തോഷം സംസാരിക്കാൻ സാധിച്ചതിൽ. വീണ്ടും വിളിക്കുക. അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഒക്കെ നന്ദി കേട്ടോ. താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു. പ്രസാദ് നടക്കാവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഓരോ മണിക്കൂർ കൂടുമ്പോഴുള്ള നമ്മുടെ FM വാർത്തകൾ, പ്രധാന വാർത്തകൾ, അത് മറ്റു ചാനലുകളൊന്നും അങ്ങനെ പ്രക്ഷേപണം ചെയ്യുന്നില്ല. മാത്രമല്ല ആകാശവാണിയുടെ വാർത്തകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള വാർത്തകൾ മാത്രമേ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യാറുള്ളൂ. കാരണം അത് എല്ലാ കൺഫർമേഷനും ലഭിച്ചതിന് ശേഷം മാത്രമേ ഓരോ വാർത്തയും നമ്മൾ ഉൾപ്പെടുത്താറുള്ളൂ. ആകാശവാണി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരിപാടികളെ ഉൾപ്പെടുത്താറുള്ളൂ എന്നുള്ള അഭിപ്രായമൊക്കെ അതൊക്കെ ശ്രോതാക്കൾ തന്നെ അഭിപ്രായപ്പെടുന്നതാണ്. നമുക്കത് പിന്നെ കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങൾക്ക് പുതിയ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാനുള്ള ഊർജം തരുന്നത്. ഇനി നമ്മുടെ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശംസാ കത്തുകൾ വന്നിട്ടുണ്ട്. അനീഷ് കൊല്ലംപടി, അതുപോലെ തന്നെ സത്യൻ നായർ കരുവള്ളിക്കുന്ന്, ഇവരൊക്കെ കത്തുകളിലൂടെ നമുക്ക് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് ആകാശവാണിക്ക് 75 വയസ്സായി, അല്ലെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞു അല്ലെ? തീർച്ചയായിട്ടും ഒരു മാധ്യമ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം 75 വയസ്സ് എന്നുള്ളത് ഒരു തീർച്ചയായിട്ടും വലിയൊരു കാലയളവാണ്. എത്രയോ ശ്രോതാക്കളെ, എത്രയോ അവതാരകര്, എത്രയോ പ്രതിഭകള് ഒക്കെ ഈ മാധ്യമത്തിലൂടെ നമ്മൾ അവരുടെ ശബ്ദം, അവരുടെ അനുഭവങ്ങളൊക്കെ നിങ്ങളിൽ എത്തിച്ചു എന്നുള്ളൊരു കൃതാർത്ഥത ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിലുണ്ട്. ഈ ആകാശവാണി എന്ന് പറയുന്ന സ്ഥാപനം കോഴിക്കോട് മാത്രമല്ല, അത് ഇന്ത്യയിൽ ആകമാനമായിട്ട് വലിയൊരു ശൃംഖല തന്നെയാണ്. അത് പലർക്കും, പ്രത്യേകിച്ച് അത് കാഴ്ച പരിമിതരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളിലൂടെയാണ് അവർ ലോകത്തെ കാണുന്നത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അറിയിക്കുക എന്നുള്ളൊരു വലിയൊരു കാര്യമുണ്ട്. പലപ്പോഴും ഈ പത്രങ്ങൾക്കുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അതാണ്. അവർക്കിപ്പോ ഇന്നലെ നടന്നൊരു കാര്യമാണ് ഇന്ന് അവര് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെയല്ല, ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയിക്കാൻ ഉള്ള സംവിധാനമാണ് ഈ റേഡിയോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഇലക്ട്രോണിക് മേഖലയിലെ മറ്റ് കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുമ്പോഴും റേഡിയോ ഇപ്പോഴും പ്രസക്തമാകുന്നത്. ഇനി നമുക്ക് ഒരു ശ്രോതാവിനെ കൂടെ വിളിക്കാം. ഗുഡ് മോർണിംഗ്, മെയിൽ ബോക്സിലേക്ക് സ്വാഗതം. മെയിൽ ബോക്സിലേക്ക് വിളിച്ചിരിക്കുന്ന നമ്മുടെ അടുത്ത ശ്രോതാവിനെ പരിചയപ്പെടുത്തൂ. എന്റെ പേര് സബിത, കുന്നമംഗലത്ത് നിന്നാണ്. കുന്നമംഗലത്ത് നിന്ന് സബിത. പറഞ്ഞോളൂ സബിത, പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ. പരിപാടിയൊക്കെ നല്ലതാണ്. ഞാൻ ഈ പരിപാടി വിളിക്കാറൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ട പരിപാടികൾ ഏതൊക്കെയാണ്? ഇഷ്ടപ്പെടാൻ ഞാൻ എല്ലാം കേൾക്കും. ഞാൻ രാവിലെ 6 മണിക്ക് ന്യൂസിന്റെ സമയം മുതൽ ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ എനിക്കൊരു പറയാനുള്ളത് വെച്ചാല്, ഈ പണ്ടത്തെ നാടകഗാനങ്ങള് അകത്ത് പ്രക്ഷേപണം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ടത്തെ നാടകഗാനങ്ങളല്ലേ? അതെ, KS ജോർജ്, KP സുലോചന, അവരൊക്കെ പാടിയ അതൊക്കെ പ്രക്ഷേപണം ചെയ്താൽ നന്നായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നല്ലൊരു ആ പഴയ പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കാം. കാരണം എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ ഞായറാഴ്ച അത് കേട്ടിട്ടാണ് ഈ പണ്ടൊക്കെ അപ്പോ ബാക്കി എല്ലാവരും, ഞാൻ കൃഷ്ണകുമാർ സാറിന്റെ പരിപാടി, ഞാൻ പഴയ പാട്ട് അവതരിപ്പിക്കാൻ ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും സാധിച്ചിട്ടില്ല. എന്തായാലും മെയിൽ ബോക്സിലൂടെ സംസാരിക്കാൻ സാധിച്ചല്ലോ. അതെ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു. സബിത കുന്നമംഗലത്തിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും എല്ലാ പരിപാടികളും നല്ലതാണെന്ന് തന്നെയാണ് അല്ലെ? എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി വെക്കാൻ മറക്കരുത്. ഏതായാലും ആകാശവാണി സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തു അല്ലെ? കത്തുകളായിട്ടും ശബ്ദങ്ങളായിട്ടും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് നമുക്ക് ഇനിയും പരിപാടികൾ പുതുതായിട്ട് വരുമ്പോഴുള്ള ഞങ്ങളുടെ ചാലക ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇനിയും പരിപാടികളൊക്കെ കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പല മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാം. വാട്സ്ആപ്പ് മെസ്സേജുകളായിട്ടും, വാട്സ്ആപ്പിലൂടെ വോയിസ് നോട്ടുകളായിട്ടും, മാത്രമല്ല ഹായ് മെയിൽ ബോക്സ് എന്ന മെസ്സേജുകളായിട്ടും നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാം. അപ്പോൾ വാട്സ്ആപ്പ് നമ്പർ ഇതാണ് 94പൂജ്യം. വിലാസം സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-032. ഇന്നത്തെ മെയിൽ ബോക്സിൽ നിന്നും ഗുഡ് ബൈ പറയുന്നു കൃഷ്ണകുമാർ, രേവതി. ഗുഡ് ബൈ. മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.